സിനിമകളിലൊക്കെ പരാമർശിച്ചിട്ടുള്ള പ്രശസ്തമായ ഒരു കഥയാണ് ദുര്യോധനന്റെ ഭാര്യയായ ഭാനുമതിയുടേത്. ഒരിക്കൽ കർണനും ഭാനുമതിയും ചതുരംഗം കളിക്കുകയായിരുന്നു. ചതുരംഗത്തിൽ അഗ്രഗണ്യനായ കർണൻ ഭാനുമതിയെ തോൽപ്പിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ദുര്യോധനൻ കയറി വന്നത്. ഭർത്താവിനെ കണ്ടതും ഭാനുമതി ബഹുമാനപൂർവ്വം എഴുന്നേറ്റു നിന്നു. എന്നാൽ ഭാനുമതി പിണങ്ങിപ്പോകുകയാണെന്നാണ് കർണൻ വിചാരിച്ചത്. ഭാനുമതിയെ തിരിച്ചിരുത്താനായി കർണൻ കൈ ഉയർത്തി. എന്നാൽ അവർ ധരിച്ചിരുന്ന മുത്തുകൊണ്ടുള്ള ആഭരണം കർണന്റെ കൈതട്ടി പൊട്ടിച്ചിതറി. ദുര്യോധനൻ തങ്ങളെ സംശയിക്കുമെന്ന് ഭാനുമതിയും കർണനും ഒരു നിമിഷം വിചാരിച്ചു. എന്നാൽ ദുര്യോധനൻ ആ മുത്തുകൾ പെറുക്കിയെടുക്കാൻ തുടങ്ങി. തന്നേക്കാൾ തന്റെ ഭാര്യയെ വിശ്വാസമായിരുന്നു ദുര്യോധനന്. അതിനേക്കാൾ വിശ്വാസമായിരുന്നു സഹോദര തുല്യനായ കർണനെയും. ഇരുവരും തന്നെ ചതിക്കുമെന്ന ഒരു ചിന്ത പോലും ദുര്യോധനന് ഉണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു കഥ മഹാഭാരതത്തിൽ പരാമർശിക്കുന്നില്ല. പിൽക്കാലത്ത് മഹാഭാരതത്തെ അടിസ്ഥാനമാക്കി നിരവധി നാടോടി കഥകൾ പ്രചരിച്ചിരുന്നു. അത്തരത്തിലൊന്നാണ് ഇതും. ദുര്യോധനന്റെ ഭാര്യയെ പറ്റി പരാമർശങ്ങൾ മഹാഭാരതത്തിൽ ഉണ്ടെങ്കിലും ആ കഥാപാത്രത്തിന് പേര് നൽകിയിട്ടില്ലായിരുന്നു. നാടോടി കഥകളാണ് ഭാനുമതി എന്ന പേര് ആ കഥാപാത്രത്തിന് നൽകിയത്. ഭാനുമതിയുടെയും ദുര്യോധനന്റെയും വിവാഹത്തിന്റെ കഥ മഹാഭാരതം പറയുന്നുണ്ട്. മഹാഭാരതത്തിലെ ശാന്തി പർവ്വത്തിലാണ് ഈ കഥ പറയുന്നത്. കലിംഗ രാജ്യത്തിലെ രാജാവായ ചിത്രാംഗതന്റെ മകളായിരുന്നു ഭാനുമതി. ഒരിക്കൽ തന്റെ രാജധാനിയായ രാജപുരത്ത് വെച്ച് ഭാനുമതിയുടെ സ്വയംവരം ചിത്രാംഗതൻ നിശ്ചയിച്ചു. ഇതിൽ പങ്കെടുക്കാൻ ദുര്യോധനനും ക്ഷണമുണ്ടായിരുന്നു. ഉറ്റമിത്രമായ കർണനൊപ്പമായിരുന്നു ദുര്യോധനൻ രാജപുരത്തെത്തിയത്. ചടങ്ങുകൾ തുടങ്ങി. ഭാനുമതി കയ്യിൽ പൂമാലയുമായി വേദിക്കരികിലേക്കെത്തി. എന്നാൽ ഭാനുമതിയുടെ സൗന്ദര്യത്തിൽ ദുര്യോധനൻ ആകർഷിക്കപ്പെട്ടു. എന്നാൽ ദുര്യോധനനെ വരിക്കാൻ ഭാനുമതി കൂട്ടാക്കിയില്ല. അവൾ മുന്നോട്ട് തന്നെ നടന്നു. എന്നാൽ ഈ തിരസ്കാരം ദുര്യോധനന് അംഗീകരിക്കാനായില്ല. ഭാനുമതിയെ പിടിച്ചു വലിച്ച് തന്റെ തേരിലേറ്റി. ഇതിനെ എതിർക്കാൻ വന്നവരുമായി യുദ്ധം ചെയ്യാൻ കർണൻ സന്നദ്ധനായി നിൽപ്പുണ്ടായിരുന്നു. കർണന്റെ പോരാട്ടം കണ്ട് പേടിച്ച മറ്റുള്ളവർ സ്ഥലം കാലിയാക്കി.